ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബിസ്കോഫ് ക്രീം ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത് എത്ര സാധനങ്ങളാണ്. പിന്നെ ക്രീം ചീസ് എടുക്കുന്ന സമയത്ത് ഈ ഫ്രഷ്, അതായത് സോഫ്റ്റ് ക്രീം ചീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. അതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഒരു സ്പ്രെഡ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 5-6 ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ പാലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് കുറച്ച് ചൂടുള്ള പാലാണെങ്കിൽ അത്രയും ബെറ്ററാണ്. അതിന് ശേഷം അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മെൽറ്റഡ് ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പ്രെഡ് ഉണ്ടല്ലോ, പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല വില വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചീപ്പായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് കേട്ടോ ഇത്. അതിന് ശേഷം അതിലേക്കൊരു 1/4 ടേബിൾ സ്പൂണ് വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ബിസ്ക്കറ്റിൽ തന്നെ ഓൾറെഡി മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇത് അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സ്പ്രെഡിൻ്റെ പരിപാടി ഇവിടെ തീർന്നു. ഇതൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട സ്പ്രെഡ് റെഡി ആയിട്ടാണ്. ഇതിലിപ്പോൾ ഞാൻ ഈ ഒരു കേക്കിൽക്കുള്ളത് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഈ ഒരു സ്പ്രെഡ് ഉണ്ടാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നല്ലൊരു എയർ കണ്ടെയ്നർ ജാറിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 5 മുതൽ 7 ദിവസം വരെയൊക്കെ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റിയേക്കുന്നുണ്ട്. കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് കട്ട് ചെയ്യും. ഇത്രയ്ക്ക് ലൂസ് ഉണ്ടാവില്ല, ഒന്നും കൂടി കട്ടിയാവും കേട്ടോ. പിന്നെ അതാ വേറൊരു ജാർ എടുത്തിട്ട് അതിൽ 15 മുതൽ 20 ബിസ്ക്കറ്റ് വരെ ഇട്ട് കൊടുക്കുക. ഞാനിതിൽ 20 ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 15 ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പൊടിച്ച ബിസ്ക്കറ്റ് അതിന് ശേഷം മാറ്റി കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ അങ്ങനെ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇത് മുകളിലിടാനും അതേപോലെ മോനിക്കൊരു കപ്പിൽ റെഡിയാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ് കേട്ടോ. ബാക്കിയുള്ളതിൽ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി നോക്കി. അപ്പോൾ അത് പാകമായിട്ടുണ്ടായിരുന്നില്ല, എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ് ഞാൻ ഈ ഒരു അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിലേക്ക് 2 ടേബിൾ സ്പൂണ് മെൽറ്റഡ് ബട്ടർ പെർഫെക്റ്റ് ആണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ആ മെൽറ്റഡ് ബട്ടർ എത്തണേ. അതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റാക്കുന്നത് ആ പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് 2 പാത്രത്തിലായിട്ട് 2 കേക്കായിട്ട് സെറ്റ് ചെയ്തെടുക്കാമെന്നാണ്. പിന്നെ വേണ്ട, ഒന്നിൽ തന്നെ അങ്ങനെ തിക്ക് ലെയറായിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലതായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് കിട്ടുന്നുണ്ട്. അതിന് ശേഷം അത് മാറ്റി വെക്കുക. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്കൊന്നും എടുത്തേക്കുന്നില്ല. അതിന് ശേഷം നമ്മുടെ ക്രീം ചീസ് ഫില്ലിംഗ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് റൂം ടെമ്പറേച്ചറിൽ ഉണ്ടായിരുന്ന ഒരു 160 ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീം ചീസാണ് കേട്ടോ. ഈ ഒരു ക്രീം ചീസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം മറ്റേതെടുത്താൽ മതിയേ. മറ്റേതൊക്കെ നമ്മൾ ഈ ബ്രെഡിലൊക്കെ തേക്കുന്ന സ്പ്രെഡ്, അതേപോലെ അനലോഗ് ക്രീമൊക്കെയാണ്. ഇതാണ് കേട്ടോ ഫ്രഷ് ക്രീം ചീസ് വരുന്നത്. ഇതാണ് ഈ ഒരു സാധനത്തിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു കേക്ക് നോൺ ബേക്ക് കേക്ക് ആവുകൊണ്ട് നമുക്ക് ഓവൻ്റെ എയർ ഫ്രയറിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ഇതിന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമ്മുടെ സ്പൂണോ വിസ്കോ എന്ത് വെച്ചിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുത്താൽ മതിയേ. അതുകൊണ്ട് ബീറ്റർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരാളും ഇത് സ്കിപ്പാക്കണ്ട. അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ മിക്സാക്കിയ മിക്സിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇട്ടിട്ട് അതും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം പാടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കുന്നതേ ഉള്ളൂ കേട്ടോ. വാനില എസൻസ് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 1 to 2 ടേബിൾ സ്പൂണോളം ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും. മധുരം അത്രയ്ക്ക് വേണ്ടാത്തവർക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച സ്പ്രെഡ് ഉണ്ടല്ലോ, അതും ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഞാൻ ആദ്യം സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ആക്കിയത്. പിന്നെ അത് റെഡി ആവാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും വിസ്ക് എടുത്തത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് മാത്രം നമ്മൾ ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് എടുത്തിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിപ്പിംഗ് ക്രീം ഇല്ല, ബീറ്റർ ഇല്ല എന്നും പറഞ്ഞിട്ട് ആരും ഇത് ഉണ്ടാക്കാതിരിക്കണ്ട. അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു കേക്കാണ്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു 100 ml എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടുതൽ എടുക്കുന്നത് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ 100 ml എടുത്താൽ മതി കേട്ടോ. മറ്റേ നമ്മുടെ ആ ഫില്ലിങ്ങിലേക്ക് 100 ml ആണ് പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 100 ml വിപ്പിംഗ് ക്രീം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ.
അത്രയേ ഉള്ളൂ. നമ്മുടെ ക്രീം ചീസ് ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കുറച്ച് തിക്ക് ലെയറായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മുഴുവനായിട്ട് കിട്ടുള്ളൂ. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ എന്താ പറയുക മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാണുമ്പോൾ കുറച്ച് വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ആ 4 പുറമുള്ള അതൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക്. ഈ ക്രീം ഇത്ര ഞാൻ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബേസ് കണ്ടില്ലേ, അത്യാവശ്യം തിക്ക് ബേസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. തിൻ ലെയർ ആയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ആ ബിസ്ക്കറ്റിൻ്റെ അതൊന്നും എത്ര പെട്ടെന്നായിട്ട് കിട്ടൂല. അപ്പോൾ കുറച്ച് തിക്കാവുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിന് ശേഷം ഞാനിത് മുകളിൽ ഒഴിക്കാനുള്ള, ഞാൻ പറഞ്ഞില്ലേ ഇത് ക്രീം കുറച്ച് കട്ടിയാവും എന്നുള്ളത്. അപ്പോൾ അതിന് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട്, ഒന്നും ഇങ്ങോട്ട് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം അത് അതുപോലെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി, അതങ്ങനെ ഒലിച്ചു പോകുന്നോളും. അങ്ങനെ എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് മിക്സാക്കി എന്താ പറയുക, നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ എന്താ പറയുക കേക്ക് ഇവിടെ റെഡിയായി. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒന്ന് എന്താ ഒരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ബിസ്ക്കറ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റ് ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്നതിനേക്കാൾ ടേസ്റ്റാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. വീട്ടിൽ നമുക്ക് എന്താ പറയുക ബീറ്ററോ ഞാൻ ഇപ്പോൾ ഇതിന് മുന്നേ പറഞ്ഞ പോലെ ബീറ്ററോ ഓവണോ എൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു എന്താ ക്രീമിൻ്റെ ഫില്ലിംഗ് ഉണ്ടെങ്കിൽ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയണേ. എന്നതാ ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഫ്രിഡ്ജിൽ വെക്കാന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റ്. ഇനി അതുമല്ല പെട്ടെന്ന് ഉണ്ടാക്കണം എന്നാണെങ്കിൽ നേരെ ഫ്രീസറിലേക്ക് വെക്കുക. ഒരു 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായി കിട്ടും കേട്ടോ. ഞാനിത് ഫ്രീസറിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ വെച്ചത്. അതുകൊണ്ട് തന്നെ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ എനിക്ക് സൂപ്പറായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സും പറയുക. അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ അങ്ങനത്തെ വീഡിയോസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ള സജഷൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ.